കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടിയുടെ അതിമനോഹരമായ അഗളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഫാത്തിമ മാതാ ചർച്ചിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമുക്കവരെ പരിചയപ്പെടാം. ഹലോ, ഹായ്. അഗളി നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മൾ അച്ഛനെ കാണാനും ഈ ഇടവകയൊന്ന് പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛന് പേരൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് ഫാദർ മാർട്ടിൻ ഏറ്റുമാനുക്കാരൻ എന്നാണ്. പാലക്കാട് രൂപതയിലെ വൈദികനാണ്. ഇത് ഫാത്തിമ മാതാ ചർച്ചാണ്. തീർത്ഥാടന കേന്ദ്രമൊക്കെ ആയിട്ട് ഫാത്തിമ മാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഏറ്റവും ഒത്തിരിയധികം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്ന നല്ലൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ 2017 പുതുക്കി പണിത ഒരു ദേവാലയമാണ്. ബഹുമാനപ്പെട്ട റോയ് അച്ഛനാണ് അതിന് നേതൃത്വം കൊടുത്തുള്ള ആ സമയത്ത് വികാരി അച്ഛനായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരുപാട് അമ്മമാരൊക്കെ വളരെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സംഘടനകളും ഈ ഇടവകയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഈ അട്ടപ്പാടി മേഖലയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോഴൊക്കെ CMC സഹോദരിമാർ ഇവിടെ വന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ആതുര ശുശ്രൂഷാലയങ്ങളൊക്കെ രംഗത്തെല്ലാം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സിസ്റ്റർ ദീപ CMC പാലക്കാട് പ്രൊവിൻസ്. ആദ്യമായിട്ടാണ് ഈ മാതൃവേദിയിൽ ചാർജ് എടുക്കുന്നത്. ഇവിടുത്തെ അമ്മമാരൊക്കെ നല്ല സ്മാർട്ടാണ്. നമ്മൾ പറയുന്നതിന് മുമ്പ് അവർ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. 3 ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അച്ഛന്മാർ ഞങ്ങളെ സഹായിക്കും. സിസ്റ്റർ ഉണ്ട്, ആ ഒരു ധൈര്യം. പിന്നെ ഇടവകയിലെ എല്ലാ അമ്മമാരുടെയും എല്ലാ ഇടവകക്കാരുടെയും പ്രാർത്ഥനകളുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ. അച്ഛൻ മാതൃവേദിയുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ ഇവരോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് അല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ആദ്യകാലങ്ങളിലൊക്കെ ഇവരുടെ ഇതൊരു രൂപീകരണം, ഈ ഗ്രൂപ്പ് ഒന്ന് രൂപീകരിക്കുക, ഇതൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു? എങ്ങനെയായിരുന്നു അതിൻ്റെ സ്ഥിതി? ഇത് അത്ര ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നില്ല. കാരണം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന അമ്മമാരാണ്. ഇവരെല്ലാവരും ടീച്ചേഴ്സാണ്, വർക്കിംഗ് എംപ്ലോയീസ് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ രാവിലെ കുർബാനയ്ക്ക് ടീച്ചേഴ്സിൻ്റെ ഒക്കെ സാന്നിധ്യം കൂടുതലാണ്. നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട് ടീച്ചേഴ്സൊക്കെയാണ് അപ്പോൾ വേഗം ഒരു ഭയങ്കര ഹറി ലൈഫാണ് രാവിലത്തെ ടൈമൊക്കെ. പക്ഷെ എന്നാലും ഇവർ രാവിലെ കുർബാനയ്ക്ക് കൃത്യം സമയത്ത് കുർബാനയ്ക്ക് വരികയും ഒരുപാട് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. ഒപ്പം ഇവരുടെ മക്കളെയും ഇവർ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വളർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞപ്പോൾ, ഇത് ഇടവകയുടെ മൊത്തം സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പ്ലസ് അമ്മമാരെല്ലാവരും ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അച്ഛാ ഞങ്ങൾ റെഡിയാണ്, അച്ഛൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അച്ഛൻ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും നമ്മൾ ഫുൾ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു അമ്മമാരാണ് നമുക്ക് ഈ അഗളി ഇടവകയിൽ ഉള്ളത്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്യം ബൈബിളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, അത് കൂടുതൽ പഠിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. അതെന്തായാലും എല്ലാ അമ്മമാരും ഏറ്റെടുത്തു എന്നറിഞ്ഞത് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങൾ പ്രോഗ്രാമിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾക്ക് സ്റ്റേജിൽ കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ചർച്ച് കേരളശ്ശേരിയുടെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ ടീം കേരളശ്ശേരി. നിങ്ങൾ ഭയങ്കര പഠിത്തത്തിലാണല്ലോ. ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ നിങ്ങളുടെ പള്ളി കാണണം, നിങ്ങളുടെ ഇടവകയെക്കുറിച്ചൊന്ന് അറിയണം,
അതിനൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്. നിങ്ങളെ എപ്പോഴും ടി വിയിലൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ അച്ഛന് ഇത് നേതൃത്വം കൊടുക്കുന്ന അച്ഛനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം. അച്ഛൻ്റെ പേരൊന്ന് പറയും. ഫാദർ റിജോ മേടയ്ക്കൽ, പാലക്കാട് രൂപതാംഗമാണ്. മുണ്ടൂർ സെൻറ്റ് അൽഫോൺസ ചർച്ചാണ് ഇടവക. ഇവിടെ ഇപ്പോൾ 1 വർഷമായിട്ട് കേരളശ്ശേരി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. എങ്ങനെയായിരുന്നു അച്ഛാ ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസിന് വേണ്ടി ടീമിനെയൊക്കെ സെറ്റ് ചെയ്തത്? ആരംഭത്തിൽ ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു കർഷക സ്ഥലമാണ്. സാധാരണക്കാരായിട്ടുള്ള അമ്മമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സെലക്ട് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. എങ്കിലും അവർ കഷ്ടപ്പെട്ടാണ് ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട് അവന് വന്നത്. സ്വന്തം ഇഷ്ടത്താൽ വന്നവരാണ്. പിന്നീട് ഉള്ള പഠനത്തിൽ ആദ്യത്തെ പ്രാവശ്യമൊന്നും ഞാൻ അതിലധികം എൻട്രി ചെയ്തിട്ടില്ല. രണ്ടാമത്തെ തവണയാണെങ്കിൽ എൻട്രി ചെയ്തിട്ടില്ല. പക്ഷേ 3ാമത്തെ തവണ ഇവർ തന്നെ പറഞ്ഞു അച്ഛൻ എന്തായാലും ഇതിന് താല്പര്യം കാണിക്കണം എന്നങ്ങനെ പറയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഇവരെ ഒരുമിച്ച് കൂട്ടി പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. ബൈബിളൊക്കെ തീക്ഷ്ണമായിട്ട് ഇവർ പഠിക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇതിന് ചോദ്യം ചോദിക്കും. ഇനി ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർ തന്നെ പറഞ്ഞു ഇമ്പോസിഷൻ ഏതാന്ന്. അങ്ങനെ ഇമ്പോസിഷനൊക്കെ എഴുതിയിട്ടുണ്ട് ഇവർ. അങ്ങനെ വചനം പഠിച്ചു, പിന്നെ ദൈവാവിഷ്കരണം പഠിച്ചു. ഇപ്പോൾ CCCയും ബൈബിളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായി തന്നെ ഇവർ പഠിച്ചു വരുന്നുണ്ട്. മാതൃവേദിയെ ചേർത്ത് നിർത്തുന്ന സിസ്റ്ററാണല്ലോ അല്ലേ? സിസ്റ്ററിൻ്റെ പേരും ഒന്ന് പരിചയപ്പെടുത്തിക്കേ, ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് സിസ്റ്റർ ജീന. ഞാൻ ഹോളി ഫാമിലി സിസ്റ്ററാണ്. പാലക്കാട് പ്രൊവിൻസാണ്. തടക്കശ്ശേരി കോൺവെൻറ്റിലെ സുപ്പീരിയറായിട്ട് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യാണ്. ഞാനിവിടെ വന്നിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ അച്ഛൻ പെനുവേൽ ബൈബിൾ കിസിന് വേണ്ടി ഇവരെ മാതൃസംഘത്തെ ഒരുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒപ്പം ഞാൻ പ്രോത്സാഹനവും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ സപ്പോർട്ടൊക്കെ ആയി ഞാനും മുന്നോട്ട് പോകുന്നു. ഇവിടെ എത്ര ഇടവകങ്ങളുണ്ട് സാർ? 64 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ അമ്മമാർ ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ 4ാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞങ്ങൾ വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ മക്കളാണെങ്കിലും ഒപ്പം ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. ക്വസ്റ്റ്യൻ എഴുതി തരാനും അച്ഛനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഞങ്ങളുടെ മക്കളും ഒപ്പം നിൽക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് മിലന, പിന്നെ മരിയ എന്ന് പറഞ്ഞൊരു മോളുണ്ട്, പിന്നെ സാം ജോഷി, സാൻഡോ, ഇങ്ങനെ 3-4 പിള്ളേരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു. മിലന ഞങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുമായിരുന്നു. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ, ആകെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു ഒരു അധ്യായത്തിൽ നിന്ന്. എന്നാലും കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ആകെ എനിക്ക് കൺഫ്യൂഷൻ ആകുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് വരെ കണ്ടുപിടിക്കാൻ സാധിച്ചു. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് ബൈബിൾ വായിക്കാൻ തോന്നി. പിന്നെ ബൈബിൾ തുടക്കം തൊട്ട് തന്നെ വായിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം. അങ്ങനെ ഭയങ്കര ഒരു ബൈബിൾ വായിക്കാൻ തന്നെ വെറും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ബൈബിൾ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വളരെയധികം എനിക്ക് തോന്നി. അപ്പോൾ ബൈബിൾ പഠിക്കുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങൾ തീർച്ചയായും ഉണ്ടാവും. എന്തായാലും മനോഹരമായ ഒരു കൂട്ടായ്മ ഇവിടെ കാണാൻ സാധിച്ചു. നല്ലൊരു ദേവാലയമുണ്ട് ഇവിടെ നിങ്ങൾക്കായിട്ട്, നല്ലൊരു അച്ഛനുണ്ട്. എന്തായാലും നിങ്ങൾ വചനത്തിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാമിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തമിഴ്നാടിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന കൊഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്താണ് നാം ഇപ്പോൾ ഉള്ളത്. സെന്റ് ആന്റണീസ് ചർച്ച് കൊഴിഞ്ഞാമ്പാറയുടെ വിശേഷങ്ങളാണ് ഇനി. ഹായ്, ഭയങ്കര സന്തോഷത്തിലാണല്ലോ എല്ലാവരും. കാര്യസം ചോദ്യം ചോദിക്കാനുള്ള പരിപാടിയാണല്ലേ? നിങ്ങളെല്ലാവരും ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നമുക്ക് അച്ഛനെയാണ് കാണാത്തത്. അച്ഛൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് തോം കിഴക്കേടത്തുനിന്നാണ്. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പട്ടം കെട്ടിയിട്ട് 21ാമത്തെ വർഷമാണ്. അച്ഛൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് നല്ല പ്രാർത്ഥന. ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ക്വിസിന് പോകുന്ന തലേ ദിവസം എല്ലാ ദിവസവും അന്നത്തെ ദിവസം മുഴുവൻ അച്ഛൻ നല്ല പ്രാർത്ഥനയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം ഉണ്ട് അച്ഛന്. അടുത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ എന്തായിരുന്നു, എന്ത് തോന്നുന്നു നിങ്ങൾ? സന്തോഷം. ഞങ്ങൾ ഇവിടുന്ന് ആദ്യം പുറപ്പെടുമ്പം ഞങ്ങൾക്ക് ഇവിടെ വരെ പോകാൻ പറ്റും അതൊന്നും അങ്ങനെ വലിയ പ്രതീക്ഷകളെ ഇല്ലായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം ഇനിയൊരു ഘട്ടത്തിലായാലും ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ദൈവം നമുക്ക് തരും. വളരെ സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സിസ്റ്റർ അല്ലേ? സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് സിസ്റ്റർ ക്ലാര, സേവാ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി. ഇവർക്ക് വേണ്ടി എങ്ങനെയാണ് സിസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഒരു എക്സാമിന് റെഡിയാകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൽ അവർക്ക് സമർപ്പിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് അവരെ വിജയിപ്പിക്കുന്നു. അതെ അതെ. നിങ്ങൾ 2-3 പേര് ടീച്ചർമാരൊക്കെയാണ്. എങ്ങനെയാണ് ഈ സമയത്തൊക്കെ ഇത് ഒരുങ്ങാൻ സാധിക്കുന്നത്?
ഒക്കെ ദൈവം നടത്തി തരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ ഞങ്ങൾ ശരിക്കും തനിച്ചാണ് പഠിച്ചത്. ഒന്നിച്ച് ഗ്രൂപ്പായി പഠിക്കാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ വിചാരിച്ച് ഞങ്ങൾ ഒന്നിച്ച് കൂടാൻ തുടങ്ങി. പക്ഷേ സെക്കൻഡ് സാറ്റർഡേകളിലും അങ്ങനെ പബ്ലിക് ഹോളിഡേയ്സിൽ മാത്രമാണ് ഞങ്ങൾക്ക് കൂടാൻ സാധിക്കുന്നത്. അത് ഉച്ചവരേക്കും ഒരു 11 മണി തൊട്ട് ഒരു 1 മണി വരെയൊക്കെയാണ് ഞങ്ങൾ അത്രയും. ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് അത്രയൊക്കെ സാധിച്ചുള്ളൂ. എങ്കിലും അങ്ങനെ കുഴപ്പമില്ലാതെ ഒരുങ്ങാൻ പറ്റുന്നുണ്ട്. അച്ഛാ, ഈ ഇടവകയിൽ എത്ര ആൾക്കാരുണ്ട്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ഈ ഇടവക പാലക്കാട് രൂപതയിൽ തന്നെ വളരെ വ്യത്യസ്തമായൊരു ഇടവകയാണ്. കാരണം ഇതിൻ്റെ ഈ ഭൂപ്രദേശം, അതിൻ്റെ ജനങ്ങളുടെ രീതികൾ, എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ ഭാഗത്തുനിന്ന് വളരെ വ്യത്യസ്തമായൊരു സ്ഥലമാണ്. ഈ കൊഴിഞ്ഞാമ്പാറ ഇടവക ഇത് ഒരു 5 പഞ്ചായത്തിൻ്റെ പരിധിയിൽ പെടുന്ന ഭാഗങ്ങൾ ഈ ഇടവകയിൽ വരുന്നുണ്ട്. ഈ 5 പഞ്ചായത്തിന് പ്രത്യേകത ഇതെല്ലാം തമിഴ്നാടുമായിട്ട് ബോർഡർ ചെയ്യുന്ന പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മലയാളം ഒരു ഭാഷ ന്യൂനപക്ഷമാണ് യഥാർത്ഥത്തിൽ. ഇവിടെ തമിഴാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ. അവരുടെ ഇടയിലാണ് ഈ ചെറിയ കമ്മ്യൂണിറ്റി. ഒപ്പം തന്നെ ഉള്ള പ്രത്യേകത, നമുക്ക് 65 കുടുംബങ്ങളാണ് ഉള്ളത് മൊത്തത്തിലുള്ളത്. അത് തന്നെ 3 സെൻറ്ററുകളായിട്ടാണ്. ഇത് കൊഴിഞ്ഞാമ്പാറ ഇടവക. ഇനി എലിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി കഴിഞ്ഞ മാസം നവംബർ മാസത്തിൽ 14-ാം തീയതിയാണ് അതിൻ്റെ ആശീർവാദം കഴിഞ്ഞത്. പിന്നെ വില്ലൂന്നി എന്ന് പറയുന്നൊരു ചെറിയൊരു സെൻറ്ററുണ്ട്, കുർബാന അർപ്പിക്കേണ്ട ഒരു കേന്ദ്രമുണ്ട്. അങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഇടവകയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 33 വർഷമായി ഇടവക ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ നിങ്ങൾ ഇത്രയും എത്തിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇടവകയെ കാണിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പ്രോഗ്രാമിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്ന തിരുവചനത്തിന്റെ ഉള്ളറകളിലേക്കുള്ള പെനുവേലിന്റെ മറ്റൊരു എപ്പിസോഡും കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. കൃപയ്ക്കുമേൽ കൃപ ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ടീം കേരളശ്ശേരി, ടീം അഗളി, ടീം കൊഴിഞ്ഞാമ്പാറ. അത്യുഗ്രൻ ചോദ്യങ്ങൾക്കായി വേദി ഒരുങ്ങുമ്പോൾ ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയാണ്. സ്വാഗതം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്റർ റെവറൻഡ് ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ചൈതന്യവത്താർന്ന മുഖമാണ്. തിരുവചനത്തിലൂടെയാണ് ആ മുഖം നമ്മുടെ മുൻപിൽ അനാവൃതമാകുന്നത്. വചനം സൂക്ഷ്മതയോടെ വായിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ചൈതന്യവത്താർന്ന ആ മുഖം ദൃശ്യമാണ്. ആ തിരുമുഖത്തിൻ്റെ ദർശനത്തിലേക്കുള്ള യാത്രയാണ് പെനുവേലിൻ്റെ ഓരോ എപ്പിസോഡും. നമുക്ക് ആരംഭിക്കാം. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ടീം കൊഴിഞ്ഞാമ്പാറ, അഗളി, കേരളശ്ശേരി, നിങ്ങൾക്കറിയാമായിരിക്കും ഈ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിൽ നിന്ന് ഈ 3 ടീമുകളിൽ നിന്ന് 2 ടീമുകളാണ് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത്. അതാരാണ് എന്നറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആശങ്കകൾക്കൊക്കെ അപ്പുറത്ത് ഇതൊരു വചനം പഠിക്കുന്ന, അത് പ്രഘോഷിക്കുന്ന, പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ്. മത്സരം അതിൻ്റെ ഒരു വശം മാത്രമാണെങ്കിൽ അതിൻ്റെ ആധ്യാത്മിക വശമാണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെന്ത് കരുതുന്നു? അങ്ങനെയാണ് നിങ്ങളുടെയും വിചാരം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മത്സരത്തിൻ്റെയും അപ്പുറത്തുള്ള വചനത്തിൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര ആരംഭിക്കാം. ഈ മത്സരം പൂർത്തിയാകുന്നത് 5 റൗണ്ടുകളിലൂടെയാണ്. പല റൗണ്ടുകളും നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഓരോ റൗണ്ടിൻ്റെയും പ്രത്യേക നിയമങ്ങൾ ഞാൻ അതാത് സമയത്ത് നിങ്ങൾക്ക് നൽകും. ശ്രദ്ധേയമായുള്ളൊരു പുതിയ കാര്യം ഈ ഇരിക്കുന്ന ഒരു ഗോവണിയാണ്. ഈ ഗോവണിയുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടീമിന് കരസ്ഥമാക്കാൻ കഴിയുന്ന ചോദ്യമാണ്. 20 പോയിന്റുകൾ നൽകി വേണം നിങ്ങൾ ആ ചോദ്യം കരസ്ഥമാക്കാൻ. മത്സരം ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങളുടെ കയ്യിൽ ഒരു 20 പോയിന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുത്ത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ആ ചോദ്യം എടുക്കാം. ഏറ്റവും അവസാനത്തെ റൗണ്ട്, അതായത് 5ാമത്തെ റൗണ്ടിന് മുൻപ് വരെ മാത്രമാണ് ഈ അവസരം നിങ്ങൾക്കുള്ളത്. ഒരു ചോദ്യമാണുള്ളൂ. ആ ചോദ്യം ഏത് ടീമിന് വേണമെങ്കിലും
ഒരു 20 പോയിന്റ് കൊടുത്ത് ഏത് സമയത്ത് വേണമെങ്കിലും മേടിക്കാവുന്നതാണ്. ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ബസർ ചെയ്ത് ഗോൾഡൻ ലാഡർ ആവശ്യപ്പെടാം. വ്യക്തമായോ? ഒന്നാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എട്ട് ചോദ്യങ്ങളാണ് ഈ റൗണ്ടിലുള്ളത്. ഈ റൗണ്ടിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? ഞാൻ ചോദ്യം നിങ്ങളെ അറിയിക്കും. അത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ലഭിക്കും. ആ സമയത്തിൽ നിങ്ങൾക്ക് ആലോചിച്ച് യെസ് എന്നോ നോ എന്നോ ഉള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 20 സെക്കൻഡ് പൂർത്തിയാകുമ്പോൾ ബെല്ല് കേൾക്കും. ബെല്ല് കേൾക്കുന്ന ക്ഷണം നിങ്ങൾ ചൂസ് ചെയ്ത കാർഡ് ഉയർത്തിപ്പിടിക്കും. ആ സമയത്ത് ശരി ഉത്തരം പറഞ്ഞ എല്ലാ ടീമിനും പോയിന്റ് ലഭിക്കും. 30 പോയിൻ്റാണ് ലഭിക്കുക ഓരോ ചോദ്യത്തിനും. വ്യക്തമാണ്? ചോദ്യം: വിലയേറിയ സുഗന്ധതൈലം നിറച്ച വെൺകൽ പാത്രവുമായി ഈശോയെ സമീപിച്ച് തൈലം പൂശിയത് മഗ്ദലന മറിയമാണെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരിയോ തെറ്റോ? വിലയേറിയ സുഗന്ധതൈലം നിറച്ച വെൺകൽ പാത്രവുമായി ഈശോയെ സമീപിച്ച് തൈലം പൂശിയത് മഗ്ദലന മറിയമാണ് എന്ന് വിശുദ്ധ മത്തായി നമ്മെ അറിയിക്കുന്നു. ശരിയോ തെറ്റോ? നിങ്ങളെല്ലാവരും നോ എന്നാണോ പറയുന്നത്? മഗ്ദലന മറിയം അല്ലേ അത്? അല്ലേ? മറിയമാണെന്ന് വിശുദ്ധ മത്തായി പറഞ്ഞിട്ടില്ല. വിശുദ്ധ മത്തായി പറഞ്ഞിട്ടില്ല. ഉറപ്പാണ്? നിങ്ങൾ പറഞ്ഞ ശരിയാണ്. വിശുദ്ധ മത്തായിയിൽ അങ്ങനെ ഒരു റെഫറൻസ് ഇല്ല. അത് മഗ്ദലന മറിയമാണെന്ന് റെഫറൻസ് ഇല്ല. അതായതിലാണ് നിങ്ങൾ 3 പേരും നോ എന്ന നിലപാടെടുത്തത്. നിങ്ങളുടെ നിലപാട് ശരിയാണ്. ടീം കേരളശ്ശേരിക്കും അഗളിക്കും കൊഴിഞ്ഞാമ്പാറയ്ക്കും 30 പോയിന്റുകൾ നൽകിക്കൊണ്ട് ഈ മത്സരം ആരംഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം: വിവാഹ വിരുന്നിൻ്റെ ഉപമ അരുൾ ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല എന്ന് ഈശോ പറയുന്നതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിയോ തെറ്റോ? വിവാഹ വിരുന്നിൻ്റെ ഉപമ അരുൾ ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല എന്ന് ഈശോ പറയുന്നതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയോ തെറ്റോ? കേരളശ്ശേരി യെസ് എന്ന് പറയുന്നു, അഗളി നോ എന്ന് പറയുന്നു, കൊഴിഞ്ഞാമ്പാറ യെസ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് യെസ് എന്ന് പറഞ്ഞത്? വിവാഹ വിരുന്നിന് മുമ്പാണ് അത് അങ്ങനെയാണ് വിചാരിച്ചത്, അതുകൊണ്ടാണ് യെസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അഗളി തെറ്റാണെന്ന് പറഞ്ഞത്? തൊട്ടടുത്ത് അല്ല എന്ന് അല്ലേ? ഈ കാണുന്ന കൊഴിഞ്ഞാമ്പാറയും ഈ കാണുന്ന കേരളശ്ശേരിയും അതേ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രം നോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ധൈര്യം എന്താണ്? ആ ധൈര്യം എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ ഉത്തരമാണ് ശരി. ടീം അഗളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. കൊഴിഞ്ഞാമ്പാറയ്ക്കും കേരളശ്ശേരിക്കും പോയിന്റൊന്നും ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം: ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിച്ച് കഴിഞ്ഞ് ഉടനെ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിച്ച് കഴിഞ്ഞ ഉടനെ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ശരിയോ തെറ്റോ? തീരുമാനിച്ചു? തെറ്റ് 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 എന്നാണല്ലോ പറയുന്നത്. എന്താ അങ്ങനെ തെറ്റെന്ന് പറഞ്ഞാൽ കേരളശ്ശേരി? സ്വസ്ത്രഗീതം ആലപിച്ചതിന് ശേഷം ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമലയിലേക്കാണ് പോയത്. എല്ലാ പീഡാനുഭവ വാരത്തിലും കേൾക്കുന്നതാണ് അല്ലേ? പെസഹ ആചരിച്ച് കഴിഞ്ഞ് സ്തോത്രഗീതം ആലപിച്ചവർ ഒലിവുമലയിലേക്കാണ് പോയത്, ജെറുസലേമിലേക്കല്ല. ഈ 2 മലകളും തൊട്ടടുത്തുള്ളതാണ്. ഒലിവുമലയിൽ നിന്നൊരു താഴ്വാരം, ആ താഴ്വാരത്തിൽ നിന്ന് പിന്നെ മുകളിലേക്ക് കയറി ചെല്ലുന്നത് ജെറുസലേം ദേവാലയത്തിലാണ്. ജെറുസലേമിലേക്കല്ല പോയത്, ഒലിവുമലയിലേക്കാണ്. പിന്നീട് അവിടെ നിന്നാണ് പ്രദക്ഷിണമായി, ഓശാന പ്രദക്ഷിണമായി ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നത്. നിങ്ങളുടെ 3 ടീമുകളുടെയും ഉത്തരം ശരിയാണ്. 3 ടീമുകൾക്കും 30 പോയിന്റ് വീതം. അടുത്ത ചോദ്യം: ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരങ്ങളോട് അമർഷം തോന്നി. ആ 2 സഹോദരന്മാർ യാക്കോബും യോഹന്നാനുമായിരുന്നു. ശരിയോ തെറ്റോ? ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 പേരോട് അമർഷം തോന്നി. ആ 2 സഹോദരന്മാർ അത് യാക്കോബും യോഹന്നാനുമായിരുന്നു. ശരിയോ തെറ്റോ?
കേരളശ്ശേരി തെറ്റാണ് എന്ന് പറയുന്നു, അഗളി ശരിയാണെന്ന് പറയുന്നു, കൊഴിഞ്ഞാമ്പാറ ശരിയാണെന്ന് പറയുന്നു. കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കേരളശ്ശേരി എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറഞ്ഞത്? പുത്രന്മാരെന്നേ പറയുന്നുള്ളൂ, യാക്കോബ് യോഹന്നാൻ എന്ന് പറയുന്നത്. ആരാണ് ഈ സെബദിപുത്രന്മാർ? യാക്കോബ് യോഹന്നാൻ. സെബദിപുത്രന്മാർ യാക്കോബ് യോഹന്നാനുമാണ് നമുക്കറിയാമായിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നോ എന്ന ബോർഡ് ഉയർത്തിപ്പിടിച്ചത്? ടീം കേരളശ്ശേരിയുടെ ഉത്തരം തെറ്റ് എന്നുള്ള ഉത്തരം തെറ്റാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. സെബദിപുത്രന്മാർ യാക്കോബും യോഹന്നാനുമാണ്. ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കും ടീം അഗളിക്കും 30 പോയിന്റ് വീതം. അടുത്ത ചോദ്യം. ഭൃത്യന്മാർ പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, യജമാനനെ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നു. ശരിയോ തെറ്റോ? ഭൃത്യന്മാർ പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, യജമാനനെ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. ശരിയോ തെറ്റോ? നോ, യെസ്, നോ. യെസ് എന്ന് പറഞ്ഞ ആളോട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ അത് തന്നെയാണെന്ന് പറയാൻ കാരണം? വഞ്ചകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് പറഞ്ഞത്? കൊഴിഞ്ഞാമ്പാറ. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളുമാണ്. അതാണ് അതിനകത്തെ കാര്യം. ഭൃത്യന്മാരല്ല, പ്രധാന പുരോഹിതന്മാരും ഫരിസേയരുമാണ് പീലാത്തോസിന്റെ അടുത്ത് ഒരുമിച്ച് കൂടിയത്. നമുക്ക് യജമാനനെ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഈ തോന്നലുണ്ടാകാം, ഭൃത്യന്മാരാണല്ലോ യജമാനനെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം ആ പദമൊന്ന് മാറ്റിയിട്ടിട്ട് ഭൃത്യന്മാർ എന്ന് ചേർത്തത്. നിങ്ങളത് ശരിയായി തന്നെ കണ്ടെത്തി. ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കും ടീം കേരളശ്ശേരിക്കും 30 പോയിന്റുകൾ, അഗളിക്ക് തവണ പോയിന്റ് പോയി. ചെറുതായിട്ടൊന്നും തെറ്റിപ്പോയെന്നേ ഉള്ളൂ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം. നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ശരിയോ തെറ്റോ? നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ശരിയോ തെറ്റോ? കൊഴിഞ്ഞാമ്പാറ ശരിയെന്ന് പറയുന്നു, അഗളിയും ശരിയെന്ന് പറയുന്നു, കേരളശ്ശേരി ശരിയെന്ന് പറയുന്നു. ഇത്രയും വലിയൊരു വാചക ഭാഗം പൂർണ്ണമായി ശരിയാണെന്നാണോ കരുതുന്നത്? കേരളശ്ശേരി ശരിയാണെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ വിചാരം, വിശ്വാസവും ശരിയാണ്. ഞാൻ പറഞ്ഞ വചനഭാഗവും ശരിയാണ്. ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കും അഗളിക്കും കേരളശ്ശേരിക്കും 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം. ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഈശോ ഇത് പറഞ്ഞത് കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ വെച്ചാണ്. ശരിയോ തെറ്റോ? ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഈശോ ഇത് പറഞ്ഞത് കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ വെച്ചാണ്. ശരിയോ തെറ്റോ? അതേന്നാണ് 3 ടീമുകളും പറയുന്നത്. ശരിയാണോ? ശരിയാണ്. അവിടെ വെച്ച് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളെ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. 3 ടീമുകൾക്കും 30 പോയിന്റുകൾ വീതം. ഈ റൗണ്ടിൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. പിറ്റേ ദിവസം, അതായത് ഒരുക്ക ദിനത്തിൻ്റെ പിറ്റേന്ന് രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. ശരിയോ തെറ്റോ? പിറ്റേ ദിവസം, അതായത് ഒരുക്ക ദിനത്തിൻ്റെ പിറ്റേന്ന് രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. ശരിയോ തെറ്റോ? കൊഴിഞ്ഞാമ്പാറ ആലോചിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. ആലോചിച്ച് കഴിഞ്ഞു. കൊഴിഞ്ഞാമ്പാറ അതെ എന്ന് പറയുന്നു, അഗളി അല്ല എന്ന് പറയുന്നു, കേരളശ്ശേരി അതെ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അഗളി മാത്രം തെറ്റാണെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ? സാബത്തിന്റെ പിറ്റേ ദിവസം. സാബത്തിന്റെ 1-ാം ദിവസം. ഉത്തരം ശരിയാണ്. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസമാണ് അവർ സന്ദർശിക്കാൻ വന്നത്. ഉത്തരം ശരിയാണ്. ടീം അഗളി നിങ്ങൾ മാത്രമാണ് ഒരു വ്യത്യസ്തമായ നിലപാടെടുത്തത്. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് 30 പോയിന്റുകൾ.
ഈ ചോദ്യത്തോടു കൂടെ 8 ചോദ്യങ്ങളുടെ ഈ റൗണ്ട് ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് അന്വേഷിക്കാം ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് മുൻപിൽ നിൽക്കുന്നത്. ഹിമ, അമി. ടീം കേരളശ്ശേരി നേടിയിരിക്കുന്നു 150 പോയിന്റുകൾ. ടീം അഗളി നേടിയിരിക്കുന്നു 210 പോയിന്റുകൾ. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 180 പോയിന്റുകൾ. കൊഴിഞ്ഞാമ്പാറ, എന്താണ് വിശേഷം? ഗോൾഡൻ ലാഡർ. ഗോൾഡൻ ലാഡർ വേണം. 20 പോയിന്റ് കൊടുത്തിട്ടാണ് അല്ലേ ഒരു പടിയുടെ മുകളിലേക്ക് കയറാനുള്ള ഉദ്ദേശമാണ്. ബാക്കിയുള്ളവരത് മറന്നുപോയതായിരുന്നു ആവോ, ഈ സമയത്ത് എങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ശരി, ടീം കൊഴിഞ്ഞാമ്പാറയ്ക്ക് ഗോൾഡൻ ലാഡർ അനുവദിക്കുകയാണ്. എടുക്കാം, വരൂ. ഈ സുവർണ ഗോവണിയിലൂടെ ടീം കൊഴിഞ്ഞാമ്പാറ മുകളിലേക്ക് കയറുമോ അല്പം താഴേക്ക് ഇറങ്ങുമോ എന്ന് ആണ് ഞങ്ങൾ ആകാംക്ഷയോടെ നോക്കുന്നത്. ചോദിക്കാം. വിശുദ്ധ പൗലോസ് യജമാനന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തണം. വിശുദ്ധ പൗലോസ് യജമാനന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ദാസന്മാരോട് നീതിയും സമഭാവനയും പുലർത്തണം. കാരണം എന്താണ്? നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്ന് ഓർമ്മിക്കുവിൻ. നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്ന് ഓർമ്മിക്കണമെന്നതാണ് അതിൻ്റെ ഉത്തരം. ടീം കൊഴിഞ്ഞാമ്പാറ 50 പോയിന്റുമായി നിങ്ങൾ ഒരു പടി മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ, പോയിന്റുകൾ കൂടുതലുണ്ടെങ്കിൽ എടുക്കാന്നാണോ വിചാരിച്ചത്, അതോ കുറവാണ് എടുക്കാന്നാണോ വിചാരിച്ചത്? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എന്ത് വന്നാലും എടുക്കുന്നു ഈ 8 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അത് എടുക്കാമെന്ന് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. 8 ക്വസ്റ്റ്യൻ കഴിയുന്നതിന് മുമ്പ് അവരെങ്ങാനും എടുത്തു പോയിരുന്നെങ്കിലോ ഞങ്ങൾ വിട്ടുകൊടുത്താനായിരുന്നു അല്ലേ. ഏതായാലും നിങ്ങൾക്ക് ആ പോയിന്റ് ലഭിച്ചു. നിങ്ങൾ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. നമ്മൾ പോവുകയാണ് ഈ റൗണ്ടിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്, ആദ്യത്തെ ബസർ ക്വസ്റ്റ്യനിലേക്ക്. അജ്ഞാതനെങ്കിലും ജീവനും ശ്വാസവും മറ്റെല്ലാം നൽകിക്കൊണ്ട് സമീപസ്ഥനായിരിക്കുകയും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിനു വേണ്ടി മറ്റു മതങ്ങൾ നടത്തുന്ന അന്വേഷണം കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ട്. ഏതു വിധത്തിലാണ് അവർ ഈ അന്വേഷണം നടത്തുന്നതെന്നാണ് തിരുസഭ മനസ്സിലാക്കുന്നത്? ഞാൻ ചോദ്യം ആവർത്തിക്കാം. അജ്ഞാതനെങ്കിലും ജീവനും ശ്വാസവും മറ്റെല്ലാം നൽകിക്കൊണ്ട് സമീപസ്ഥനായിരിക്കുകയും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിനു വേണ്ടി മറ്റു മതങ്ങൾ നടത്തുന്ന അന്വേഷണം കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ട്. ഏതു വിധത്തിലാണ് അവർ ഈ അന്വേഷണം നടത്തുന്നതെന്നാണ് തിരുസഭ മനസ്സിലാക്കുന്നത്? ആരും ബസർ ചെയ്യുന്നില്ലേ? ആ ഗോൾഡൻ ലാഡർ എടുക്കാൻ കാണിച്ച ധൈര്യം ബസർ ചെയ്യുന്നതിലില്ലേ? സമയം കടന്നുപോയിരിക്കുകയാണ്. വിവിധ മതങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അന്വേഷിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? നിഴലുകളിലും പ്രതീകങ്ങളിലുമാണ് അവർ അന്വേഷിക്കുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ആരോട് പറഞ്ഞതാണിത്? നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ആരോട് പറഞ്ഞതാണ് ഇത്? രണ്ടും പറഞ്ഞാൽ മാത്രമേ ഉത്തരം. ബസർ ചെയ്യാൻ 10 സെക്കൻഡ് കൂടി. ഈ മകളിയാണ്. നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ബസർ ചെയ്തു. ഒരു കിസ് മാസ്റ്ററോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ആണോ? ആരും സഹായിക്കാനില്ലാത്ത അവസരത്തിൽ. ശരി, ടീം മകളി പറയൂ ഉത്തരം. ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു. ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു. ഇതുപോലത്തെ നിർണായക സമയത്തൊക്കെ ഇതുപോലെ ബസർ അമർത്തിയിട്ട് ആലോചിക്കാതെയൊക്കെ ഉത്തരം പറയാമോ ടീം മകളി? നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം മകളി. 30 പോയിന്റുകൾ നേടുന്നു. അഭിനന്ദനങ്ങൾ. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം: നിങ്ങളെ എല്ലാവരെയും കാണാൻ അവൻ അതീവ തൽപരനാണ്. കൂടാതെ താൻ രോഗിയാണെന്ന് ടീം അഗളി
നിങ്ങൾ എന്താണ് അട്ടപ്പാടിക്കാരുടെ ഉദ്ദേശം? ഞാൻ ഈ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല. ശരി, നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഉത്തരം പറയാം. ഉത്തരം മാത്രമേ അതിനകത്ത് ഉണ്ടാകാവൂ, കൂടുതലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഉത്തരം മാത്രം പറഞ്ഞു. എപ്പഫ്രാദിത്തോസ്. അതാണ് നിങ്ങളുടെ ഉത്തരം. ഞാൻ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും കാണാൻ അവൻ അതീവ തൽപരനാണ്. കൂടാതെ താൻ രോഗിയാണെന്ന് നിങ്ങൾ കേട്ടതിൽ അവൻ വളരെ അസ്വസ്ഥനായിരിക്കുകയുമാണ്. അതെ, അവൻ രോഗബാധിതനായി മരണത്തോളം എത്തി. എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. ആരുടെ കാര്യമാണ് ഈ പറയുന്നത് എന്നതായിരുന്നു ചോദ്യം. ടീം അഗളി, അതിൻ്റെ ഉത്തരം ശരിയായിരുന്നു നിങ്ങൾ പറഞ്ഞത്. ശരിയാണ്. ഞാനിത് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇത് ആരുടെ കാര്യമായിരിക്കും എന്നാണ് ചോദിക്കാൻ വരുന്നതെന്ന് നിങ്ങളങ്ങനെ ആലോചിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ആലോചിക്കാൻ അവിടെ സാധ്യതയുണ്ടായിരുന്നു അല്ലേ? ഇതിൻ്റെ ബാക്കി എന്താണ് പറയാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇത് ആരോട് പറഞ്ഞതാണെന്നോ ഒക്കെ ചോദിച്ചുകൂടായിരുന്നു. നിങ്ങളെന്താ അതൊന്നും പറയാതെ ആ പേര് മാത്രം പറഞ്ഞത്? അതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. നിങ്ങൾ അഗളിക്കാർ ഇങ്ങനത്തെ സൂത്രവിദ്യകളൊക്കെ പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ബസർ കിട്ടാറില്ല. സാധാരണ ഒരു പ്രാവശ്യം കിട്ടാറില്ല. അതുകൊണ്ട് ഇത്തവണ എന്തു വന്നാലും ഞങ്ങൾ ബസർ അമർത്തും, എന്നിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം പറയും. അതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയല്ല, അറിയണ്ടേ അമർത്തുള്ളൂ വിചാരിച്ചു. അമർത്തിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഇത്തവണ ഇറങ്ങിയത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം അഗളി. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും ഈശോയുടെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ, ഞാൻ പറയാം, അഗളിക്കാർ മാത്രമല്ല ഞങ്ങൾക്കും ബസർ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറ, ഉത്തരം പറഞ്ഞു. ഇനി ആലോചിക്കൊന്നും വേണ്ട, വേഗം പറഞ്ഞു. എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. എന്നതാണ് നിങ്ങളുടെ ഉത്തരം. ഞാൻ ആ ചോദ്യം പൂർത്തിയാക്കാം. ചോദ്യം ഇങ്ങനെയാണ്. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും ഈശോയുടെ ഉപമകൾ കേട്ടപ്പോൾ അവർ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണമെന്ത് എന്നതാണ് ചോദ്യം. നിർഭാഗ്യവശാൽ നിങ്ങൾ ഈ പ്രാവശ്യം ചക്കയിട്ടപ്പം ആ മുയൽ ചത്തില്ല. ഞാൻ ഈ ചോദ്യം പാസ് ചെയ്യുകയാണ്. ടീം കേരളശ്ശേരി. കാരണം ജനങ്ങളെല്ലാം അവനെ ഒരു പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഉത്തരം ശരിയാണ്. കാരണം ജനങ്ങളെല്ലാം അവനെ ഒരു പ്രവാചകനായി പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് ഉത്തരം. ടീം കേരളശ്ശേരിക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. ടീം കൊഴിഞ്ഞാമ്പാറ, ഒരു ഇത്തിരിയും കൂടെ വെയിറ്റ് ചെയ്താൽ ഈ ഉത്തരം പറയാൻ മേലായിരുന്നു. പിന്നെ എന്താണ് വെയിറ്റ് ചെയ്യാതിരുന്നത്? അടുത്ത സെന്റൻസ് പറയാൻ വന്നു, പിന്നെ ഇത് തന്നെ പറഞ്ഞു. പക്ഷേ കൊഴിഞ്ഞാമ്പാറ, എനിക്ക് 10 പോയിന്റ് തരണം. കൊഴിഞ്ഞാമ്പാറ, 10 പോയിന്റ് ഒരു സങ്കടമുണ്ടോ? സങ്കടമൊന്നുമില്ല. ഈ റൗണ്ടിലെ അവസാനത്തെ ബസർ ചോദ്യം ഇതാണ്. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും. ഞാൻ പറ, എന്തു വന്നാലും ഞങ്ങൾ അഗളിയെ ബസർ ചെയ്യാൻ സമ്മതിക്കാൻ. അതുകൊണ്ടല്ല, ഉത്തരം അറിയാവുന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഉത്തരം പറയാം. ഉത്തരം മാത്രമേ അതിനകത്തുണ്ടാകാവൂ. ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ചോദ്യം പൂർത്തീകരിക്കാം. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും നിങ്ങളിൽ എന്ത് സമൃദ്ധമായി ഉണ്ടായിരിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. നിങ്ങളുടെ ഉത്തരം ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നായിരുന്നു നിങ്ങളുടെ ഉത്തരം. ക്രിസ്തുവിൻ്റെ വചനം എന്ന ഉത്തരം നിങ്ങളുടേത് ശരിയാണ്. ടീം കൊഴിഞ്ഞാമ്പാറയ്ക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ ബോർഡ്. ടീം കേരളശ്ശേരി നേടിയിരിക്കുന്നു 170 പോയിന്റുകൾ. ടീം അഗളി നേടിയിരിക്കുന്നു 270 പോയിന്റുകൾ. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 230 പോയിന്റുകൾ. ഇത്തവണ വിഷ്വൽ റൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മളൊരു ചിത്രം നിങ്ങളെ കാണിച്ചിട്ടാണ് ചോദ്യം ചോദിക്കാറ്. ഇത്തവണ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. ഓരോ കോളത്തിനും നമ്പറുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന നമ്പർ ഉള്ള കോളം നിങ്ങൾക്ക് തുറന്ന് കാണിക്കും. നിങ്ങൾക്ക് തുറന്ന് കാണണമെന്ന് ആഗ്രഹമുള്ള നമ്പർ പറയാം. ആ ഭാഗം അൺമാസ്ക് ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണുന്ന സംഭവം എന്താണ്, അല്ലെങ്കിൽ അതേതാണ് സ്ഥലം, അതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 പോയിന്റ് ലഭിക്കും. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മറ്റൊരു നമ്പർ തുറന്ന് കാണിക്കാൻ ആവശ്യപ്പെടാം. ആ നമ്പർ തുറന്ന് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയാൽ 30 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി
എന്നിട്ടും ചിത്രം മനസ്സിലാകുന്നില്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ മറ്റൊന്നുകൂടെ തുറന്നു തരും. അപ്പോൾ കിട്ടാനിരിക്കുന്നത് 20 പോയിന്റ് ആയിരിക്കും. 4-ാമത്തേതും തുറന്നു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നത് 10 പോയിന്റ് മാത്രമായിരിക്കും. ഇനി ഇതിനകത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ ഉത്തരം പറഞ്ഞാൽ 20 പോയിന്റ് ആയിരിക്കും ലഭിക്കുക. ഏത് ഘട്ടത്തിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടിയാലും നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. വ്യക്തമാണോ? നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം കേരളശ്ശേരിക്കുള്ളതാണ്. കേരളശ്ശേരി റെഡിയാണോ? ചിത്രങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ടെൻഷനൊക്കെ ഉണ്ടോ? ചിത്രത്തിലേക്ക് പോകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിത്രം എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതെവിടെയാണെന്നോ എന്താണെന്നോ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റിയാൽ ഞാൻ നിങ്ങൾക്ക് പോയിന്റ് തരും. ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ 1, 2, 3, 4 എന്ന കോളങ്ങൾ കാണാം. നിങ്ങൾക്കിതിൽ ഏത് കോളമാണ് തുറന്ന് കാണേണ്ടത്? 1 ഓപ്പൺ ചെയ്യാം. ക്യൂബക്കിലെ ആദ്യ വിശുദ്ധനായ ഫ്രാങ്കോയിസ് ഡെ ലാവലിൻ മൃതകുടീരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിക്കാം. ഒരു ആരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതാണ് പറഞ്ഞത്? ക്യൂബക്കിലെ ആദ്യ വിശുദ്ധനായ ഫ്രാങ്കോയിസ് ഡെ ലാവലിൻ അദ്ദേഹത്തിന്റെ മൃതകുടീരത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതാണെന്നാണ്. പക്ഷെ അതിനകത്ത് മാർപ്പാപ്പയൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. നമ്പർ 2, 3 മാർപ്പാപ്പയെ കാണുന്നില്ലല്ലോ. നമ്പർ 4 ടീം കേരളശ്ശേരി, നിങ്ങളുടെ ഉത്തരം പൂർണ്ണമായും ശരിയാണ്. അഭിനന്ദനങ്ങൾ. 40 പോയിന്റുകൾ. കാനഡയിലെ ആദ്യത്തെ ബിഷപ്പായിരുന്ന വിശുദ്ധ ഫ്രാങ്കോയിഡ് ഡെ ലാവിൻ്റെ മൃതകുടീരം മാർപ്പാപ്പ സന്ദർശിക്കുന്ന ചിത്രമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്. അഭിനന്ദനങ്ങൾ. ടീം അഗ്ലി, നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടമായി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് നമ്പറുള്ള കോളമാണ് തുറന്ന് കാണേണ്ടത്? 1 തന്നെ തുറക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അങ്ങ് ചോട്ടിൽ പോലും ആണെങ്കിലും ആർക്കറിയാം അല്ലേ? ഏതായാലും നമ്പർ 1 പ്ലീസ് ഓപ്പൺ. ഒരു ഭാഗം മാത്രം കണ്ടിട്ട് നിങ്ങൾ ഉത്തരം പറയാനാണോ പോകുന്നത്? പറയാൻ പോവുകയാണ്. ശരി, പറഞ്ഞു. മാലാഖമാരുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സെമിത്തേരിയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. സെമിത്തേരിയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഉറപ്പാണോ? ഉറപ്പാണ്. ആ ചിത്രം നമുക്ക് പൂർണ്ണമായി കാണാം. നമ്പർ 2, 3, 4 നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു സെമിത്തേരിയാണ്. ആ സെമിത്തേരിയുടെ പ്രത്യേകത എന്താണ്? ജനിക്കുന്നതിന് മുൻപേ അബോർഷൻ മൂലം മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള സെമിത്തേരിയാണ്. സ്ഥലം എവിടെയാണത്? വിയറ്റ്നാമിലാണത്. ഏഷ്യയിൽ ഏറ്റവും അധികം അബോർഷൻ നിരക്കുള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം. അവിടെയാണ് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയത്. അബോർട്ട് ചെയ്യപ്പെട്ട് ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് വിശുദ്ധരുടെ പേരുകളൊക്കെ നൽകി അവർക്ക് ഉചിതമായ ഒരു മൃതസംസ്കാര ശുശ്രൂഷ, ഒരു ഖബറിടം ഒക്കെ ഒരുക്കി കൊടുക്കുന്ന 10,000-ഓളം കുഞ്ഞുങ്ങൾ അവിടെ അടക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തുന്ന ഒരു സ്ഥലമാണ് അത്. ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണത്. നിങ്ങൾക്ക് ആദ്യത്തെ കോളം മാറ്റിയപ്പോൾ തന്നെ അതൊരു സെമിത്തേരിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം അഗളിക്ക് ലഭിക്കുകയാണ് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾ ഏത് കോളമാണ് ആദ്യം തുറന്നു കാണാൻ ആഗ്രഹിക്കുന്നത്? 1 തന്നെയാണ്. ശരി, 1-ാമത്തെ കോളം ഓപ്പൺ ചെയ്യാം. വല്ലതും ഓർമ്മ വരുന്നുണ്ടോ? പറഞ്ഞു നോക്കിക്കോളൂ. അമേരിക്കയിലെ ലൂസിയാന സ്റ്റേറ്റിൽ നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം ബയൂം നദിയിലൂടെ ഫെറ്റ് ഡിയോ ഡേ ടച്ച് എന്ന പേരിൽ നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം. വളരെ ഡീറ്റെയിൽ ആയിട്ടാണല്ലോ ഉത്തരം പറയുന്നത്. നമുക്ക് ആ ചിത്രം ഒന്ന് പൂർണ്ണമായി കാണാം. നമ്പർ 2, 3, 4 ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങളെങ്ങനെയാണ് ഈ ചിത്രം ഓർത്തിരിക്കാൻ ഇടവന്നത്? എല്ലാ ചിത്രങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മനോഹരമായ ഒരു നല്ല ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഒരു വേറിട്ട ഒരു രീതിയാണ് നമ്മളുടെ നാട്ടിൽ. അങ്ങനെ കണ്ടിട്ടില്ല. അത് 40 കിലോമീറ്റർ ദൂരം ഇങ്ങനെ പോകുന്നു. നമ്മുടെ നാടുകളിലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇങ്ങനെ അല്ലല്ലോ. കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ല ഐഡിയ ആയിരിക്കും, നമ്മുടെ നാട്ടിലും പ്രയോഗിക്കായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പ്രയോഗിക്കാമെന്നൊക്കെയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ഓർത്തിരുന്നതാണ്. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 40 പോയിന്റുകൾ. ഈ ചോദ്യത്തോടുകൂടി റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ ബോർഡ്. ടീം കേരളശ്ശേരി നേടിയിരിക്കുന്നു
210 പോയിന്റുകൾ. ടീം അഗളി നേടിയിരിക്കുന്നു 310 പോയിന്റുകൾ. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 270 പോയിന്റുകൾ. നിധിയാകുന്ന തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെത്താനാണ് നിങ്ങൾ പോകുന്നത്. മത്സരത്തിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? ഞാനൊരു വചനഭാഗം പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ച് തുടങ്ങാം. നിങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഞാൻ പറഞ്ഞ വചനഭാഗം കണ്ടെത്തി അതിൽ വിരൽ തൊട്ടിട്ട് അതിന് തൊട്ട് മുൻപിലുള്ള ഭാഗം തൊട്ട് വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ്. ടീം അഗളി റെഡിയാണോ? ചോദിക്കട്ടെ, എളുപ്പമുള്ളൊരു ചോദ്യമാണ്. എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. അഞ്ച് സെക്കൻഡ് കൂടി. 1 സെക്കൻഡ് കൂടി. അതെ, അവൻ രോഗബാധിതനായി മരണത്തോളം എത്തി. എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. അതിനു മുമ്പുള്ള ഭാഗം എന്താണ്? അവൻ രോഗബാധിതനായിരുന്നു. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? എപ്പിഫ്രാദത്തോസ്. ആ ആളെക്കുറിച്ച് മുൻപ് നിങ്ങൾ ഉത്തരം പറഞ്ഞായിരുന്നു. ആ ഭാഗം തന്നെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കിട്ടിയത്. എങ്കിലും ആദ്യം കുറേ ആലോചിക്കുക, ആശങ്കപ്പെടുകയും ചെയ്തു അല്ലേ? ടീം അഗളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ളതാണ്. ടീം കൊഴിഞ്ഞാമ്പാറ, ചോദ്യം ഇതാണ്. ഇതാ ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞു. കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങളോട് മുൻകൂട്ടി പറയുന്നത്? യുഗാന്ത്യത്തിൻ്റെ സമയമാകുമ്പോഴേക്കും കള്ളക്രിസ്തുമാർ പ്രത്യക്ഷപ്പെടും, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എല്ലാ കാലങ്ങളിലും തിരുസഭ വളരെ ആശങ്കയോടെ ശ്രദ്ധയോടെ നോക്കി കണ്ടിരുന്ന ഒരു കാര്യം ഇതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ, നല്ല വിശ്വാസത്തിലായിരിക്കുന്നവരെ വഴിതെറ്റിക്കുന്ന സെക്റ്റുകളും വിഘടിത വിഭാഗങ്ങളും ഒക്കെ ഒത്തിരി വളർന്നു വരുന്നുണ്ട് എന്ന് അന്നേ തന്നെ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം കൊഴിഞ്ഞാമ്പാറ. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കേരളശ്ശേരി, നിങ്ങളുടെ ടേണാണ്. ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. പത്ത് സെക്കൻഡ്. 3 സെക്കൻഡ് കൂടെ. 2, 1, 0. സമയം കടന്നുപോയിരിക്കുകയാണ്. ഏതാണ് വചനഭാഗം? ഏത് സ്ഥലത്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർത്തിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർത്തിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ നൽകുന്ന ഉപദേശം, ആഹ്വാനം. ഈ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടുള്ളതാണ്. പിന്നെന്ത് പറ്റി? ഏത് പുസ്തകത്തിലാണ് എന്നായിരിക്കും ആലോചിച്ചുകൊണ്ടിരുന്നത്. സാരമില്ല. ഈ ചോദ്യത്തോടു കൂടെ ഈ റൗണ്ടിൻ്റെ ആദ്യഘട്ടം ഇവിടെ പൂർത്തിയാകുന്നു. രണ്ടാം ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിലുള്ള അമ്മമാർക്കുള്ളതാണ്. ആദ്യത്തെ അവസരം ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുള്ളതുപോലെ ഈ റൗണ്ടിൽ നിങ്ങൾ നിധി കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാക്കുകളെ സംയോജിപ്പിച്ചാണ്. വിശുദ്ധ വചനമാകുന്ന നിധി വാക്കുകളായി തിരിച്ചാണ് നമുക്ക് ഈ ടേബിളിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അത് നിങ്ങൾക്കുള്ള സമയം ആരംഭിക്കുമ്പോൾ അത് തുറന്നു നോക്കുകയും
ആ വചനത്തെ കണ്ടെത്തുകയും ചെയ്താൽ നിങ്ങൾക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാം. 1.5 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഉത്തരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിൻ്റാണ് ലഭിക്കാനിരിക്കുന്നത്. എന്നാൽ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 പോയിൻ്റ് സമ്മാനം കൂടി തരും. വ്യക്തമാണ്? ടീം കഴിഞ്ഞാൽ പറ, വരൂ. റെഡിയാണോ? 1, 2, 3 സ്റ്റാർട്ട്. നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും, അങ്ങനെയാണോ തിരിച്ചാണോ? കഴുതക്കുട്ടിയുടെയും കഴുതയുടെയും എന്നാണോ? നിങ്ങളുടെ ഉത്തരം ശരിയാണത്. നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ആരാണ് ഈ നിന്റെ രാജാവ്? ഈശോയാണ്. എവിടേക്ക് വരുന്ന കാര്യമാണ് ഈ പറയുന്നത്? ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെക്കുറിച്ചാണ്. അഭിനന്ദനങ്ങൾ ടീം കഴിഞ്ഞാൽ പറ. നിങ്ങൾക്ക് 40 പോയിന്റുകൾ ലഭിക്കുകയാണ്. 10 പോയിന്റ് സമ്മാനവും കൂട്ടിച്ചേർത്ത്. അഭിനന്ദനങ്ങൾ. അഗളി, നിങ്ങൾ അട്ടപ്പാടിക്കാരാണല്ലേ? നിങ്ങൾ അട്ടപ്പാടിയിൽ വെച്ചത് പഠിച്ചൊക്കെ തുടങ്ങിയപ്പോൾ മത്സരമൊക്കെ ആരംഭിച്ച സമയത്ത് നിങ്ങൾ എന്തായിരുന്നു ഓർത്തിരുന്നത്? ഒരിക്കലും ഒരിടത്തും കേട്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. താമരശ്ശേരി രൂപതയുടെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാലും നമ്മൾ പാലക്കാട് രൂപതയിൽ ഇങ്ങനെ പെട്ടെന്ന് വരുമെന്ന് ഓർത്തില്ല. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? വാ. ആരംഭിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. ദിവസം കൊണ്ട് ദേവാലയം നശിപ്പിച്ച് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക. അങ്ങനെയാണോ? അത് അങ്ങനെയാണോ? നിങ്ങളെന്ത് പറയുന്നു? നിർഭാഗ്യവശാൽ ഇത് അങ്ങനെയല്ല. ഇങ്ങനെയാണ്, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ. 3 ദിവസം കൊണ്ട് ദേവാലയം നശിപ്പിക്കുകയല്ല, ദേവാലയം 3 ദിവസം കൊണ്ട് പണിയുകയാണ് ചെയ്യുന്നത്. ഇരിപ്പിടത്തിലേക്ക് പോകാം. അതിങ്ങനെയാണ്, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക. അങ്ങനെയാണ് ആ തിരുവചനം. ടീം കേരളശ്ശേരി, വാ. റെഡിയാണല്ലോ അല്ലേ? 1, 2, 3 സ്റ്റാർട്ട്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം കേരളശ്ശേരി. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30ഉം 10ഉം ചേർത്ത് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ മത്സരത്തിൻ്റെ അവസാന റൗണ്ടിലേക്ക് നാം എത്തുകയാണ്. അതിനു മുൻപ് എന്താണ് സ്കോർ ബോർഡ് നമുക്ക് പരിശോധിക്കാം. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോകാം. ടീം കേരളശ്ശേരി 250 പോയിന്റ്സ്, ടീം അഗളി 340 പോയിന്റ്സ്, ടീം കൊഴിഞ്ഞാമ്പാറ 340 പോയിന്റ്സ്,
3 ടീമുകളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കെ ഈ റൗണ്ട് നിർണായകമാണ്. ഇതിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ നേടുന്ന പോയിന്റുകൾ, അവയാണ് സെമി ഫൈനലിലേക്ക് ആരെ പ്രവേശിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. 3 ചോദ്യങ്ങളാണ് വാങ്ങാവുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തേടാം. മൂന്നാമത്തേതിന് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് ആരംഭിക്കാം. ആദ്യ അവസരം അത് ടീം കേരളശ്ശേരിയുടേതാണ്. കേരളശ്ശേരി, എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ചോദ്യം എടുക്കാൻ പോകുന്നു. ശരിയെങ്കിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് എടുക്കാം. 30 പോയിന്റ് തരണം. ചോദ്യം ഞാൻ തീരുമാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ നൽകപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ചോദ്യം തിരഞ്ഞെടുക്കാം. എളുപ്പമുള്ളത് നോക്കിയെടുക്കും. മഞ്ഞ ചോദ്യമാണ് എളുപ്പമുള്ളതെന്നാണ് നിങ്ങൾ. ടീം കേരളശ്ശേരി, നിങ്ങൾക്കുള്ള ചോദ്യം: യേശുവിൻ്റെ വചനത്തെ സ്വാഗതം ചെയ്യുക എന്ന് വെച്ചാൽ എന്തിനെ തന്നെ സ്വാഗതം ചെയ്യുക എന്നാണ് ലൂമൻ ജെൻസിയം 5ാമത്തെ പാരഗ്രാഫിൽ നിന്ന് CCC കോട്ട് ചെയ്തിരിക്കുന്നത്. യേശുവിൻ്റെ വചനത്തെ സ്വാഗതം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തിനെ തന്നെ സ്വാഗതം ചെയ്യുക എന്നാണ് അർത്ഥം. ദൈവരാജ്യത്തെ തന്നെ സ്വാഗതം ചെയ്യുക. ഉത്തരം ശരിയാണ്. അവിടുത്തെ രാജ്യത്തെ തന്നെ, ദൈവരാജ്യത്തെ തന്നെ സ്വാഗതം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ടീം കേരളശ്ശേരിക്ക് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇനി ഒരു ചോദ്യം എടുത്ത് മുൻപിൽ കയറാൻ നോക്കണോ, അതോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലത്തങ്ങ് നിന്നിട്ട് ബാക്കി എന്ത് സംഭവിക്കുന്നു എന്ന് കാണട്ടെ എന്ന് വിചാരിക്കണോ? എടുത്തു നോക്കാൻ പോവാണ്. ശരി, അങ്ങനെയാണെങ്കിൽ 40 പോയിന്റ് തന്നിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യം എടുത്തു. നല്ല ചോദ്യം നോക്കി എടുക്കണേ. നിങ്ങൾ മഞ്ഞ ചോദ്യത്തെ ഉപേക്ഷിച്ചു. നീല ചോദ്യം. ചോദ്യം ഇതാ: നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ ആത്മാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾക്ക്, അതായത് സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവ്. ആര് പറഞ്ഞതാണിത്? സെന്റ് അഗസ്റ്റിൻ. പറഞ്ഞതാണ്. ഉത്തരം ശരിയാണ് ടീം കേരളശ്ശേരി. അത് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് തന്നെയാണ്. അഭിനന്ദനങ്ങൾ. 80 പോയിന്റുകൾ. മെത്രാന്മാരുടെ ശ്ലൈഹിക അധികാരത്തിൽ നിന്നാണ് അവർ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ അവർ പകർന്നു കൊടുക്കുന്നത്. കൈവെപ്പ് വഴി പകർന്നു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്. അതുകൊണ്ട് ആണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന് പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആരുടെ ആത്മാവാണ്? തിരുസഭയുടെ ആത്മാവാണ്. അഭിനന്ദനങ്ങൾ. 3ാമത്തെ ചോദ്യം എടുക്കണം. 2 കിട്ടിയിട്ട് അത്യാവശ്യം ആശ്വാസമൊക്കെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എടുക്കാൻ പോവാണ്. ശരി, എടുക്ക. 50 പോയിന്റുകൾ തന്നോളൂ. ഇത്തവണ വീണ്ടും നിങ്ങൾ കളർ മാറി എടുക്കാൻ നോക്കിയല്ലേ? ഈ ചോദ്യങ്ങളിൽ നിന്ന് എളുപ്പമുള്ളത് തന്നെ തിരഞ്ഞെടുക്കുന്നതാണോ? അല്ല. ചോദ്യം കേൾക്കാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. ചോദ്യം ഇതാണ്: തിരുസഭ സാർവത്രികം അഥവാ കാതോലികമായിരിക്കുന്നതിന് 3 കാരണങ്ങളുണ്ട്. അതിൽ 2 ഞാൻ പറയും, 3ാമത്തേത് നിങ്ങൾ പറയാം. 1, അബദ്ധരഹിതവും പൂർണ്ണവുമായ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. 2ാമത്തെ കാരണം സമഗ്രമായ കൗദാശിക ജീവിതമുണ്ട് എന്നുള്ളത്. എന്താണ് 3ാമത്തേത്? പൊതുവായ പ്രാർത്ഥന. പൊതുവായ പ്രാർത്ഥന. അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നോ? എന്താണ് അതിൻ്റെ ഉത്തരം? ശ്ലൈഹിക പിന്തുടർച്ചയിൽ, അപ്പസ്തോലിക പിന്തുടർച്ചയിൽ തിരുപ്പട്ടം സ്വീകരിച്ചവരുടെ ശുശ്രൂഷ കാതോലികമായ സഭയിൽ, ആഗോള കത്തോലിക്ക സഭയിലുണ്ട്. അതുകൊണ്ടാണ് തിരുസഭയെ കാതോലികം എന്ന് വിളിക്കുന്നത് എന്നതായിരുന്നു അതിൻ്റെ ഉത്തരം. നല്ല ചോദ്യമായിരുന്നു, നല്ല ഉത്തരവുമായിരുന്നു. അല്പം ഒന്ന് ഓർത്തിരുന്നെങ്കിൽ കിട്ടിയാനേ എന്ന് ഞാൻ വിചാരിക്കുവാണ്. സാരമില്ലല്ലേ? നിങ്ങൾ തന്ന 50 പോയിന്റുകൾ കിസ് മാസ്റ്ററുടേതായിരിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ? ഞാൻ അടുത്ത ആളുടെ അടുത്തേക്ക് പോട്ടെ. ടീം അഗളി, നിങ്ങൾക്കുള്ളതാണ് ഈ അവസരം. എങ്ങനെയാണ്? നിങ്ങൾക്ക് കേരളശ്ശേരിയും കൊഴിഞ്ഞാമ്പാറയും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? കുറച്ച് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരെണ്ണം എടുക്കാമെന്ന് ഇപ്പോഴേ തീരുമാനിച്ചു. അതെങ്ങാനും പോയാലോ? സെക്കൻഡ് ആവുമെന്ന് വിചാരിക്കുവാണ് അല്ലേ? എങ്കിലൊരു 30 പോയിന്റ് തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചോദ്യം എടുത്തു. നല്ലൊരു ചോദ്യം നോക്കിയെടുത്തു. നിങ്ങൾ തിരഞ്ഞെടുത്ത ചോദ്യമാണ്. ചോദിക്കട്ടെ. ദൈവജനത്തിന് നവീനമായ ഒരു നിയമമുണ്ട്. ദൈവജനത്തിന് നവീനമായ ഒരു നിയമമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നവീനമായ നിയമം എന്താണ്?
ദൈവജനത്തിന് നവീനമായ ഒരു നിയമമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നവീനമായ ഈ നിയമം എന്താണ് എന്നാണ് നിങ്ങൾ പഠിച്ചത്. സെക്കൻഡ് കൂടി, 2 സെക്കൻഡ് കൂടി, 1 സെക്കൻഡ് കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എടുക്കാമായിരുന്നു അല്ലേ? അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല, ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെത്ര എളുപ്പമുള്ള ചോദ്യമാണെന്നറിയാമോ? ഇതിലും എളുപ്പമുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനില്ല. ക്രൈസ്തവർക്ക് നൽകുന്ന ഒരൊറ്റ നിയമമാണുള്ളത്. അതെ, ബാക്കി എല്ലാ നിയമങ്ങളും ആ നിയമത്തിൻ്റെ വിശദീകരണങ്ങളാണ്. ഏതാണ് ആ നിയമം? സ്നേഹത്തിൻ്റെ നിയമമാണത്. അതെങ്ങനെയുള്ള സ്നേഹമാണത്? ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന ആ ഒരു നിയമമല്ലാതെ വേറൊരു നിയമമില്ല. മറ്റെല്ലാ നിയമങ്ങളും അതോട് ചേർന്ന് പോകുന്നതാണ്. ഉദാഹരണത്തിന് മോഷ്ടിക്കരുതെന്നുള്ളൊരു നിയമമാണെന്ന് കരുതുക. അന്യനോട് സ്നേഹവും ബഹുമാനവും അവൻ്റേതാണത് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് അവൻ്റെ മേൽ ഞാൻ കടന്നു കയറാത്തത്. എല്ലാ നിയമങ്ങളുടെയും ആകത്തുക സ്നേഹത്തിൻ്റെ നിയമമാണ്. അതെന്താ നിങ്ങളങ്ങനെ ചിന്തിക്കാതിരുന്നത്? എന്ത് പറയാനല്ലേ? സാരമില്ല. എന്നാൽ പിന്നെ ഒരെണ്ണം പോയതുകൊണ്ട് ഇനി അടുത്തെടുത്ത് നോക്കിയാലോ? വേണ്ട. അങ്ങനെ വേണ്ടെന്ന് പറയാം. ഒരു ക്വിസ് മാസ്റ്റർ വലിയ താല്പര്യത്തോടെ ആങ്കറിനെയൊക്കെ നോക്ക്, എത്ര താല്പര്യത്തോടെ, എന്ത് സ്നേഹത്തോടെയാണ് നിങ്ങൾ ഇത്രയും ചോദ്യങ്ങളായിട്ട് നിൽക്കുന്നത് നോക്ക്. അങ്ങ് എടുത്താലോ? വേണ്ട. വേണ്ട, തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിൽ ഞങ്ങൾ പോവുകയാണ് അടുത്ത ടീമിലേക്ക്. ടീം കൊഴിഞ്ഞാമ്പാറ. കൊഴിഞ്ഞാമ്പാറക്കാർ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ 3 ചോദ്യം എടുക്കുവാണോ അതോ 2 എടുക്കുന്നുള്ളൂ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ ക്വിറ്റ് ചെയ്യാണ് ഫാദർ. ക്വിറ്റ് ചെയ്യണോ? അപ്പോൾ അവർ രണ്ടുപേരും അടുത്ത റൗണ്ടിലോട്ട് കയറിക്കോട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാന്നാണോ ഉദ്ദേശിച്ചത്? ചോദ്യങ്ങൾ എടുക്കുന്നേ ഇല്ല. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വിറ്റ് ചെയ്തുകൊണ്ട് ഈ മത്സരവും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകളാണ് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. സ്കോർ ബോർഡിലേക്ക് പോകാം. ഈ മത്സരം ഇവിടെ പൂർണ്ണമാകുമ്പോൾ 270 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം കേരളശ്ശേരി, 310 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം അഗളി, 340 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം കൊഴിഞ്ഞാമ്പാറ. ടീം കേരളശ്ശേരി, നിങ്ങൾക്ക് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? ഇതുവരെ എത്താൻ പറ്റിയത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട്, വചനം പഠിക്കാനായിട്ട് സാധിച്ചു. അത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഈ റൗണ്ട് കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കയറും എന്ന് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നോ? വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്രാവശ്യം ഓരോ ബുദ്ധിമുട്ടുകളായിരുന്നു, അങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് അത്ര നന്നായിട്ട് പഠിച്ചു പറയാൻ പറ്റിയില്ല. എന്നാലും നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ഒരുവിധം എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഗോൾഡൻ ലാഡറൊക്കെ എടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് ഓർത്തില്ല. ഏതായാലും നിങ്ങൾ നന്നായി മത്സരിച്ചു, നന്നായി പഠിച്ചിരുന്നു. കേരളശ്ശേരിയെ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളെ സ്നേഹപൂർവ്വം ഇവിടെ നിന്ന് യാത്രയാക്കാനായി പാലക്കാട് രൂപതയുടെ മാതൃവേദിയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്ങലച്ചനെയും അതിൻ്റെ ആനിമേറ്ററെയും സ്നേഹത്തോടുകൂടെ വേദിയിലേക്ക് ക്ഷണിക്കുക. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ. ടീം കൊഴിഞ്ഞാമ്പാറയെയും ടീം അഗളിയെയും സെമി ഫൈനലിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവരെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളുമായി നാമും വീണ്ടും കണ്ടുമുട്ടും. അതുവരെ മിശിഹായുടെ സ്നേഹം അനുഭവിക്കുക, പരിശുദ്ധ സഭയുടെ സംരക്ഷണത്തിലായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.